വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ പോര് തുടരുകയാണ്. വനിതാ സംവരണത്തിന് പ്രതിപക്ഷം എതിരെന്ന പ്രചാരണമാണ് BJP നടത്തുന്നത്. എന്നാൽ നിലവിലെ 543 സീറ്റുകളിൽ ഉടനടി സംവരണം നടത്തണമെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. ബില്ലുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ അണിനിരത്തി വൻ പ്രതിഷേധ പരിപാടികളാണ് BJP ആസൂത്രണം ചെയ്യുന്നത്. അതേസമയം പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയിൽ കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന വിവരം കൂടി പുറത്തുവരുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. വിവരങ്ങളുമായി അച്യുതൻ, വെരി ഗുഡ് മോർണിംഗ് അഗൈൻ. ഇപ്പോൾ വീണ്ടും ഈ വനിതാ സംവരണം ചർച്ചയാകുന്നു. പക്ഷേ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് BJPയും ഒപ്പം കോൺഗ്രസും. നിലവിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലുമൊക്കെ തന്നെ ഇതാണ് മുഖ്യ പ്രചാരണ വിഷയമായി ഇപ്പോൾ BJP തന്നെ എടുത്തു കാണിക്കുന്നത്. എന്തൊക്കെ ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്? ഒപ്പം തന്നെ ഇത് കോൺഗ്രസും ഒപ്പം തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ BJPക്കെതിരെ ആയുധമാക്കുന്നുണ്ട്. ഒപ്പം നരേന്ദ്രമോദിയുടെ അഭിസംബോധന പ്രസംഗത്തിലെ ചട്ടലംഘനം അത് ഉയർത്തിക്കാട്ടിയുള്ള പരാതികളും പ്രതിപക്ഷ പാർട്ടികൾ നൽകുന്നുണ്ടല്ലോ. രാജ്യത്തെ ഒരു സജീവ രാഷ്ട്രീയ വിഷയമായി തന്നെ ഈ വനിതാ സംവരണ ഭേദഗതി ബില്ല് അത് ഉയരുകയാണ്. അച്യുതന്റെ ടെലിഫോൺ ലൈനിൽ വ്യക്തത കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വനിതാ സംവരണം നിലവിൽ അത് രാഷ്ട്രീയ വിഷയമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. BJPയും ഒപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ആ രീതിയിൽ അത് രാഷ്ട്രീയ ആയുധമാക്കി ഇപ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലടക്കം ഉപയോഗിക്കുകയാണ് എന്ന കാര്യം വ്യക്തമാണ്. വിവരങ്ങളുമായി അച്യുതൻ തുടരുകയാണ്. അച്യുതൻ, തുടരാം. രാജ്യത്തെ സജീവ രാഷ്ട്രീയ വിഷയമായി വനിതാ സംവരണ ബില്ല് മാറുകയാണ്. പ്രധാനമായിട്ടും BJP ഇന്ത്യ മുന്നണിക്കെതിരെ ഇതൊരു വലിയ ആയുധമാക്കുന്നുണ്ട്. ബംഗാൾ തെരഞ്ഞെടുപ്പിലടക്കം അതായത് രാജ്യത്തെ സ്ത്രീകൾക്കെതിരെയാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും എന്നൊരു രീതിയിലാണ് BJPയുടെ പ്രചരണം. പക്ഷേ ഈ പ്രചരണത്തിൽ ഇന്ത്യ മുന്നണിയും ഒട്ടും പിന്നിലല്ല. അവരും കൃത്യമായ മറുപടി 2023 പാസാക്കിയ ഒരു നിയമം എന്തുകൊണ്ട് അത് ഉടനടി പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നില്ല എന്നൊരു കാര്യം മുൻനിർത്തിയുള്ള പ്രചാരണം ഇന്ത്യ മുന്നണിയും സജീവമാക്കുന്നുണ്ട്. ഇന്നലെ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പ്രധാനമന്ത്രി പറഞ്ഞത് TMCയും കോൺഗ്രസും ഒത്തുകളിച്ചുകൊണ്ട് ബംഗാളിലെ പെൺമക്കളെ രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ശ്രമം നടത്തി എന്നതായിരുന്നു പ്രധാനമന്ത്രി നടത്തിയ ഒരു വിമർശനം എന്നുള്ളത്. കാരണം ബംഗാളിലെ പെൺമക്കൾ അവർ MLAയും MP മാരും ആകാൻ TMCയും കോൺഗ്രസും ആഗ്രഹിക്കുന്നില്ല എന്നൊരു രീതിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒരു വിമർശനം ഉണ്ടായത്. അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.